ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസോ ഷോർട്സോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കുറച്ച് തിരക്കുകളിൽ പെട്ടു എന്നുള്ളതും സമയത്തിന് കുറച്ചും കൂടെയൊക്കെ വിലയുണ്ടെന്ന് കുറച്ചൊക്കെ മനസ്സിലാക്കിയ ദിവസങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള സിനിമ റിവ്യൂസുകളെല്ലാം തന്നെ എനിക്ക് കാണണമെന്ന് ആഗ്രഹം തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്ന സിനിമകൾ മാത്രമായിരിക്കും ഒരുപക്ഷെ ഞാൻ ഇനി സജസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് വരുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഒരു 3 ആഴ്ച കാലഘട്ടത്തിൽ നിങ്ങൾ കാണണം അല്ലെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണം തോന്നുന്ന സിനിമകളൊന്നും തന്നെ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ ഇന്നത്തെ സിനിമയിലോട്ട് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ലൂസിഫർ ഫ്രാഞ്ചൈസിയിലെ രണ്ടാമത്തെ സിനിമ എമ്പുരാൻ ദ ലൂസിഫർ 2 എന്ന് പറഞ്ഞ സിനിമ. സെക്കൻഡ് പാർട്ട് സിനിമ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും കാണുന്ന പ്രേക്ഷകനെ, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എനിക്ക് ഫസ്റ്റ് പാർട്ടിനേക്കാളും മികച്ചതായിരിക്കണം ആ ഒരു സിനിമ, അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടിനെ ഒപ്പം എങ്കിലും ആ ഒരു സിനിമ നിൽക്കണം എന്നുള്ളൊരു തോന്നൽ ഫീൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഇവിടെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കമ്പാരിസൺ വരും. നമ്മളങ്ങനെ ഫസ്റ്റ് പാർട്ടിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യേണ്ട എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും തീർച്ചയായിട്ടും ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന സിനിമയാണ്. സെക്കൻഡ് പാർട്ട് ഒരിക്കലും ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ നമ്മൾ നോക്കുമ്പോൾ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയുടെ താഴെ നിൽക്കുന്ന ഒരു സിനിമ മാത്രമായിട്ടാണ് എനിക്ക് പേഴ്സണലി എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിനർത്ഥം ഈ ഒരു സിനിമ തീർത്തും മോശമായ ഒരു സിനിമയാണ്, ഇത് നിങ്ങൾ ഒരിക്കലും കാണരുത് അങ്ങനൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ബ്രഹ്മാണ്ഡ സിനിമയാണ് എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല എമ്പുരാൻ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം ഇതുപോലുള്ള സിനിമകൾ നമുക്ക് ഒരിക്കലും ഒരു TV OTT പ്ലാറ്റ്ഫോമിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല, അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. ബട്ട് നിങ്ങൾക്ക് ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിൽ കിട്ടിയിട്ടുള്ള ആ ഒരു ഇമ്പാക്റ്റോ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു ഹൈ ഒരു പക്ഷേ ചിലപ്പോൾ ഈ ഒരു സിനിമയിൽ കിട്ടണം എന്നില്ല എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ബട്ട് ഇതൊരു നല്ല സിനിമയാണ് എന്നുള്ളതും കൂടി ഞാൻ ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഖുറേഷി അബ്രഹാം എന്ന് പറയുന്ന ആ ഒരു ഗ്യാങ്ങിനെ ബേസ് ചെയ്തിട്ടും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മറ്റു ഗ്യാങ്ങുകൾ, ക്യാരക്ടേഴ്സ്, അത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ നിർത്തിയിരിക്കുന്നത് കേരളത്തിലെ സിറ്റുവേഷൻസ് എല്ലാം ഭംഗിയായിട്ട് ഇരിക്കുന്നു, അല്ലെങ്കിൽ ഒരു നല്ല ഒരു ഫ്യൂച്ചർ കേരളത്തിന് വരാൻ പോകുന്നു, IUF രാഷ്ട്രീയ ഭാവിയാണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല രീതിയിലായിരിക്കും, നല്ല രീതിയിലാണ് അവസാനിപ്പിച്ചതെങ്കിലും ബട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ കേരളത്തിൽ വളരെ മോശമാവുന്നു. രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അതെല്ലാം മോശമായിട്ട് വരുന്നു. തുടർന്ന് അത്തരം കാര്യങ്ങൾ റിസോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും സ്റ്റീഫൻ നെടുമ്പള്ളി തിരിച്ചെത്തുന്നു. തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിൽ പറഞ്ഞു പോകുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ അന്വേഷിച്ചിട്ടുണ്ടായിരിക്കും ആ ഒരു ഡ്രാഗന്റെ പിക്ചറുള്ള ആൾ ആരാണെന്നായിരിക്കും. സോ അതൊരു ഗ്യാങ് ആണ്. ഷെൻട്രയഡ് എന്ന് പറയുന്ന ഒരു ഗ്യാങ്ങിന്റെ കടന്നുവരവും ഈ ഒരു സിനിമയിലോട്ട് കാണിക്കുന്നുണ്ട്. സോ അത്തരം കാര്യങ്ങളൊക്കെയാണ് സിനിമയുടെ പ്ലോട്ടിൽ പറഞ്ഞു പോകുന്നത്. ഇതിനപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അത്ര കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. മുരളി ഗോപി എന്ന് പറയുന്ന റൈറ്ററിന്റെ ആ ഒരു പവർ ഭയങ്കരമായിട്ടും ഈ ഒരു സിനിമയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമയിലോട്ട് വരുന്ന ക്യാരക്ടേഴ്സ്, അതിപ്പോൾ പഴയ ക്യാരക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും പുതിയ ക്യാരക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാ ക്യാരക്ടേഴ്സും ഗംഭീരമായിട്ട് തന്നെ മുരളി ഗോപി റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അവരുടെ ഡയലോഗ്സ് ആണെന്നുണ്ടെങ്കിലും അവരുടെ ഈ ഒരു സിനിമയിൽ എല്ലാ ക്യാരക്ടേഴ്സിനും കൊടുത്തിരിക്കുന്ന സ്പേസ് ആണെന്നുണ്ടെങ്കിലും വളരെ ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് തോന്നുന്നില്ല മലയാള സിനിമയിൽ ഈ അടുത്ത് വന്ന സിനിമകൾ നോക്കുമ്പോൾ ഇത്ര അധികം ക്യാരക്ടേഴ്സിന്റെ പേരുകൾ നമ്മൾ ഓർത്തു വെക്കും എന്നുള്ളത്. ഇപ്പൊ ലൂസിഫറിലെ പല ക്യാരക്ടേഴ്സിന്റെ പേരും ഇപ്പോഴും നമുക്ക് കാണാപ്പാടമാണ്, അല്ലെങ്കിൽ അവർ പറഞ്ഞ ഡയലോഗ്സുകൾ നമുക്ക് കാണാപ്പാടമാണ്. അത്രയും നമ്മുടെ മനസ്സിലോട്ട് ആഴത്തിൽ പതിപ്പിക്കുന്ന തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള ഒരു റൈറ്റിങ്ങും ക്യാരക്ടർ പോർട്രേയിങ്ങും പരിപാടികൾ പിടിച്ചിരിക്കുന്നത് സൂപ്പറായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കൂടാതെ മുരളി ഗോപി നമ്മുടെ റിയാലിറ്റിയിലുള്ള കേരള രാഷ്ട്രീയത്തിലെ പല കാര്യങ്ങൾക്കും ചെറിയ രീതിയിലുള്ള കൊട്ടുകൊടുക്കുന്നതും അതിനെ ചെറിയ രീതിയിൽ ട്രോളുന്നതൊക്കെ വളരെ രസകരമായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ റിയൽ ലൈഫിൽ നടക്കുന്ന പൊളിറ്റിക്സിനോട് വളരെയധികം സാമ്യം തോന്നുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ പ്രസന്റ് ചെയ്തിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി പെർഫോമൻസ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് മഞ്ജു വാര്യരുടെ പ്രിയദർശിനി രാമദാസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിരുന്നു. ആ ഒരു ക്യാരക്ടർ പതിയെ പതിയെ വന്ന് ലാസ്റ്റിലോട്ട് എത്തുമ്പോൾ ആ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ഓറയുണ്ട്. ലാലേട്ടന് മാത്രമല്ല ഓറയുള്ളത്, ഒരു പ്രിയദർശിനി രാമദാസിനും ഒരു ഓറയുണ്ട് എന്നുള്ളൊരു ഫീലാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ക്യാരക്ടറിന്റെ ഡയലോഗ് ഡെലിവറി ആണെന്നുണ്ടെങ്കിലും ആ ഒരു ക്യാരക്ടറിന്റെ ഡെവലപ്മെന്റ് ഗംഭീരമായിട്ടാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓൾസോ ഈ ഒരു സിനിമയിൽ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്ന മറ്റൊരു ക്യാരക്ടറായിരുന്നു പൃഥ്വിരാജിന്റെ സയ്യിദ് മസൂദ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടറിന്റെ ഡെവലപ്മെന്റ്, ആ ക്യാരക്ടർ എവിടെയായിരുന്നു, ഇങ്ങനെ ഖുറേഷി അബ്രഹാമായിട്ട് വന്നു ചേരുന്നു തുടങ്ങിയ കാര്യങ്ങൾ പ്രസന്റ് ചെയ്തിരിക്കുന്നതും പൃഥ്വിരാജിന്റെ ചെറുപ്പകാലം ചെയ്തിരിക്കുന്ന ആ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിലും പൃഥ്വിരാജ് ആണെന്നുണ്ടെങ്കിലും വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾസോ
ടൊവിനോയുടെ വേഷം കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു, വളരെ നന്നായിരുന്നു. കിഷോർ ആണെന്നുണ്ടെങ്കിലും അഭിമന്യു സിംഗ് ആണെന്നുണ്ടെങ്കിലും ഇന്ദ്രജിത്ത് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും അവരുടെ വേഷങ്ങൾ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 30ഓളം ക്യാരക്ടേഴ്സ് സിനിമയിലോട്ട് വരുന്നുണ്ട്. എല്ലാവരും അവരുടെ വേഷങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്തു എന്നുള്ള രീതിയിലാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പൃഥ്വിരാജ് ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ തന്നെ ലൂസിഫർ സിനിമയിലെ ലാലേട്ടന് വെറും 41 മിനിറ്റ് ഡ്യൂറേഷൻ മാത്രമാണ് ആ ഒരു സിനിമയിൽ ഉണ്ടായതെങ്കിൽ 3 മണിക്കൂർ ഡ്യൂറേഷനുള്ള എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയിൽ 41 മിനിറ്റിലും താഴെ മാത്രമായിരിക്കും ലാലേട്ടനുള്ള ഡ്യൂറേഷൻ എന്നുള്ള രീതിയിലാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ലാലേട്ടന്റെ ആ ഒരു ക്യാരക്ടറിന്റെ സ്ക്രീൻ പ്രസൻസും സ്വാഗും ആക്ഷൻസും പൃഥ്വിരാജിന്റെ സ്ഥിരമായിട്ടുള്ള ചില ക്ലോസപ്പ് ഷോട്ടുകൾ കാര്യങ്ങളൊക്കെ തന്നെ ഗംഭീരമായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ലൂസിഫറിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു മേക്കിംഗ് സ്റ്റൈല് തന്നെയാണ് ഇവിടെ എന്നുണ്ടെങ്കിൽ പോലും ലാലേട്ടനെ വളരെ കുറവ് സമയം മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വിഷമം എനിക്ക് പേഴ്സണൽ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സിനിമ നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ലാലേട്ടനെ അധികം കണ്ടില്ല, ലാലേട്ടന്റെ സീൻ വളരെ കുറവായിരുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് അനുഭവപ്പെടാം. സ്ക്രിപ്റ്റും കാര്യങ്ങളും അങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാമെന്നുണ്ടെങ്കിൽ പോലും കുറച്ചും കൂടി സ്ക്രീൻ സ്പേസ് കാര്യങ്ങൾ കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ എന്നുള്ളൊരു ഫീല് എനിക്ക് പേഴ്സണലായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടുതലായിട്ടും ഈ ഒരു സിനിമയിൽ ലാലേട്ടൻ ഖുറേഷി അബ്രഹാമായിട്ടാണ് നമ്മുടെ മുമ്പിലോട്ട് വരുന്നത്. സോ ആ ഒരു ഖുറേഷി അബ്രഹാമിന്റെ ആ ഒരു കോസ്റ്റ്യൂം അത്ര ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും വലിയൊരു സിൻഡിക്കേറ്റിന്റെ ഒരാളാണ്. സോ അദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂം കാര്യങ്ങൾക്ക് ഒരു ഇമ്പാക്ട് തരാത്ത പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. എല്ലാ സീൻസിലും വരുന്ന ഒരു കോസ്റ്റ്യൂംസിന് എന്തോ ഒരു മിസ്സിങ് പോലെ പലപ്പോഴായിട്ട് ഒരു ഫീൽ ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഒരു ബ്രഹ്മാണ്ഡ സിനിമയാവുന്നത് പൃഥ്വിരാജിന്റെ ഒരു മേക്കിംഗ് ക്വാളിറ്റി കൊണ്ടുകൂടിയാണ്. ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഒരു മേക്കിംഗ് ക്വാളിറ്റിയാണ്. മലയാള സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഗംഭീര ലെവൽ മേക്കിംഗ് ആണ് ഈ ഒരു സിനിമയിൽ കാണുന്നുണ്ടായിരിക്കുക. ആൻഡ് ഓൾസോ മുൻ സിനിമകളിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഈ ഒരു സിനിമകളിലും ലൂസിഫറിന്റെ എല്ല് വെച്ചുകൊണ്ടുള്ള കുറച്ച് ബ്രില്യൻസുകൾ പൃഥ്വിരാജ് ഈ ഒരു സിനിമയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതും അത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നതും വളരെ ബ്രില്യൻ്റ് ആയിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതൊക്കെ സ്ക്രീനിൽ അത് മേക്ക് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഒരു രസമുണ്ടായിരുന്നു കാണുവാനായിട്ട്. പിന്നെ ഡിഫറെന്റ് ടോപ്പോഗ്രഫിയിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റിനെ പറ്റിയിട്ട് ആരൊന്നും പുറത്ത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും ചെറിയ പൈസയൊന്നല്ല ഈ ഒരു സിനിമയ്ക്ക് മുടക്കിയിരിക്കുന്നു എന്നുള്ളത്. അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ഗ്രാൻഡ് വിഷ്വൽസ് കൊണ്ടും സെറ്റപ്പ് കൊണ്ടൊക്കെ തന്നെ വളരെയധികം പൈസ മുടക്കിയ ഒരു സിനിമയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ ഒരു സിനിമയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി സിനിമയെ പിന്നോട്ട് വലിച്ച കുറച്ച് കാര്യങ്ങളെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമയുടെ തുടക്കമൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ആണ് പോയിക്കൊണ്ടിരുന്നത്. ഓരോ ക്യാരക്ടർ ഡെവലപ്മെന്റും അല്ലെങ്കിൽ ഒരു വേൾഡ് ബിൽഡിംഗ് പരിപാടികൾ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ തുടങ്ങിയിരിക്കുന്ന ഫസ്റ്റ് ആക്ടും സെക്കൻഡ് ആക്ടും വളരെ നല്ല രസകരമായിട്ടാണ് കൊണ്ടുപോയിരുന്നത്. ബട്ട് സിനിമയുടെ അവസാനത്തിലോട്ട് എത്തുമ്പോൾ ആ ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് ഭയങ്കരമായിട്ട് മിസ്സായ പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി സിനിമയുടെ ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ ക്ലൈമാക്സ് വളരെ പ്രെഡിക്റ്റബിൾ ആയിരുന്നത് കൊണ്ട് തന്നെ ക്ലൈമാക്സിൽ വരുന്ന ആക്ഷൻ സീക്വൻസുകൾ കാര്യങ്ങൾക്കൊന്നും തന്നെ ഒട്ടും ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ഡ്രാഗ് ചെയ്ത പോലെയൊക്കെ തോന്നിയിരുന്നു ക്ലൈമാക്സിലെ ആക്ഷൻ സീക്വൻസ്. മാത്രമല്ല ആ ഒരു ആക്ഷൻ സീക്വൻസ് കാര്യങ്ങൾ മറ്റു പല സിനിമകളിലെ സീക്വൻസുകളായിട്ട് വളരെയധികം സാമ്യം തോന്നുന്ന തരത്തിലാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ക്ലൈമാക്സിലെ ആക്ഷൻ സീക്വൻസുകൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കണ്ടിരുന്നതിന്റെ അപ്പുറത്തേക്കായിട്ട് കാര്യമായിട്ടൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാനോ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാനോ ഒന്നും സാധിക്കാത്തതുപോലെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ദീപക് ദേവിന്റെ മ്യൂസിക്കിനെ പറ്റി പറയണം. പല സ്ഥലത്തും ഭയങ്കര ക്ലാസ് ആയിട്ടുള്ള മ്യൂസിക് കൊണ്ടുവന്നിട്ട് ഒരു യൂഷ്വൽ ഒരു മാസ് സിനിമയ്ക്ക് വേണ്ട എലമെന്റ്സുകളിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് പാറ്റേൺ ആണ് ഈ ഒരു സിനിമയിൽ പിടിച്ചിരിക്കുന്നത്. ലൂസിഫറിലും അങ്ങനെ തന്നെയായിരുന്നു. ചില സീനുകളിൽ കൊടുത്തിരിക്കുന്ന മ്യൂസിക്കുകൾ എന്തോ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത പോലെയും ആ ഒരു സീനിനെ അത്രയധികം ലിഫ്റ്റ് അപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഫീല് തരുന്ന പോലെയായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ ചില സീൻസ് വർക്ക് ആയിട്ടുണ്ട്, ചില സീൻസ് വർക്ക് ആവാത്ത പോലെയാണ് ദീപക് ദേവിന്റെ മ്യൂസിക് എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ബ്രഹ്മാണ്ഡ ചിത്രമാണ് എമ്പുരാൻ എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. പ്രതീക്ഷയുടെ അമിതമാരം ഒന്നും ഇല്ലാതെ തന്നെയാണ് ഞാൻ ഈ ഒരു സിനിമ കണ്ടത്. എങ്കിൽ പോലും ഈ സിനിമ ടോട്ടലി കണ്ടു കഴിയുമ്പോൾ അത്ര അധികം അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയില്ല എന്നുള്ളൊരു ഫീലാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയായിട്ട് എമ്പുരാൻ കമ്പയർ ചെയ്യുമ്പോൾ ലൂസിഫറിന്റെ തട്ട് താഴെ തന്നെ ഇരിക്കും എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എമ്പുരാൻ ദ ലൂസിഫർ 2 എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.